ഇറാനെ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള രാജ്യമാണ് റഷ്യ. പ്രതിരോധ മേഖലയിലും റഷ്യ ഇറാനെ കൈയച്ച് സഹായിക്കുന്നുണ്ട്. ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ ഗ്രൂപ്പുകളാണ് യമനിലെ ഹൂതികളും ലെബനനിലെ ഹിസ്ബുള്ളയും. ഗസയിലെ ഹമാസിനും ഇറാൻ്റെ പിന്തുണയുണ്ട്. റഷ്യ ഇറാന് നൽകുന്ന ആധുനിക ആയുധങ്ങൾ ഇറാൻ ഈ സായുധ ഗ്രൂപ്പുകൾക്ക് നൽകുന്നുണ്ട് എന്ന ആരോപണമുണ്ട്. യുഎസിനും ഇസ്രായേലിനും നേരെ അതിരൂക്ഷമായ പ്രതിരോധമാണ് ഹൂതികൾ ഉയർത്തുന്നത്. ഈ രാജ്യങ്ങളുടെ ഏറെ പ്രസിദ്ധമായ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന ആയുധങ്ങളാണ് ഹൂതികൾ പ്രയോഗിക്കുന്നത്. റഷ്യയിൽ നിന്ന് ഇറാൻ വഴി ഹൂതികൾക്ക് ലഭിക്കുന്നതാണ് ഈ ആയുധങ്ങളെന്നാണ് വിമർശനം. അതെന്തായാലും മിഡിൽ ഈസ്റ്റിൽ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ താൽപ്പര്യങ്ങളുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ഈ രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. റഷ്യ ഗസയിലെ സായുധ ഗ്രൂപ്പായ ഹമാസിന് നന്ദി പറഞ്ഞു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഹമാസിൻ്റെ തടവറയിൽ കഴിഞ്ഞ ബന്ദികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രസിഡന്റ് പുടിൻ ഹമാസിന് നന്ദി അറിയിച്ചത്. ഏപ്രിൽ 16 സംഭവം. ഹമാസ് മോചിപ്പിച്ച അലക്സാണ്ടർ ട്രൂഫനോവ്, അമ്മ യെലീന ട്രൂഫനോവ, പ്രതിശ്രുത വധു സബിർ കോഹൻ എന്നിവരെയാണ് പുടിൻ കണ്ടത്. അവരെ മോചിപ്പിച്ചതിനെ മാനുഷിക പ്രവൃത്തി എന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത്. പുടിൻ ഹമാസിന് നന്ദി പറഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഫെബ്രുവരിയിലാണ് അലക്സാണ്ടർ ട്രൂഫനോവിനെ മോചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മ യെലീനയെയും പങ്കാളി കോഹനെയും നേരത്തെ വിട്ടയച്ചിരുന്നു. അതിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. ഹമാസിൻ്റെ തടവറയിൽ കഴിയുന്ന ഇസ്രായേൽ ബന്ദികളുടെ മോചനവും ഇതോടെ വൈകുന്നു. ബന്ദിമോചനം വൈകുന്നതിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഇസ്രായേൽ ഉയരുന്നത്. യുദ്ധം നിർത്തിവെക്കേണ്ടി വന്നാലും ബന്ദികളെയെല്ലാം മോചിപ്പിക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. ഒന്നാം ഘട്ട ഗസ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു. പകരമായി ഇസ്രായേൽ തടവറയിൽ കഴിയുന്ന പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചു. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ പോലും നടത്താൻ സാധിച്ചിട്ടില്ല. അതിനിടയിൽ ഏകപക്ഷീയമായി ഇസ്രായേൽ ഗസയിൽ ആക്രമണവും തുടങ്ങി. അതോടെ ആക്രമണം അവസാനിപ്പിക്കാതെ ബന്ദിമോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുന്നോട്ടില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഹമാസ്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ കടുംപിടുത്തമാണ് ബന്ദിമോചനം വൈകിപ്പിക്കുന്നതെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ഗസയിൽ യുദ്ധം തുടരുന്നതിനും കാരണം ഇതാണെന്നാണ് ആക്ഷേപം. നെതന്യാഹുവിൻ്റെ വ്യക്തിപരവും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് ഗസ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നതെന്ന ആക്ഷേപമാണുള്ളത്. അതിനിടെ ഒരു ബന്ദിയുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലി അമേരിക്കൻ ബന്ദിയായ ഏദൻ അലക്സാണ്ടറിൻ്റെ വീഡിയോ ആണ് ചർച്ചയാകുന്നത്. ഏറെ വൈകാരികമായ വീഡിയോയിൽ ബന്ദികളെ അവഗണിക്കുന്നതിൽ ഇസ്രായേൽ US സർക്കാരുകളെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഏദൻ. മാനസികമായും ശാരീരികമായും തകർന്ന അവസ്ഥയിലാണെന്നും ഏദൻ വെളിപ്പെടുത്തുന്നു. ഇസ്രായേൽ നേതൃത്വത്തെ വെറുക്കപ്പെട്ടവർ എന്നാണ് ഏദൻ വീഡിയോയിൽ വിശേഷിപ്പിക്കുന്നത്. നെതന്യാഹു സ്വേച്ഛാധിപതിയെ പോലെയാണ് ഭരിക്കുന്നതെന്നും ആരോപിക്കുന്നു. നെതന്യാഹുവിൻ്റെ നുണകൾ എന്തിനാണ് വിശ്വസിക്കുന്നതെന്നും ഏദൻ US പ്രസിഡന്റ് ട്രംപിനോട് ചോദിക്കുന്നുണ്ട്.